പാലസ്തീൻ ജനത നാട് കടത്തപ്പെടരുതെന്നും അവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളിൻ. ലാറ്ററൻ ഉടമ്പടി പ്രകാരം ഇറ്റലിയിൽ നിന്ന് വത്തിക്കാൻ സ്വതന്ത്രമായി ഒരു പരമാധികാര നഗരരാഷ്ട്രമായി തീർന്നതിന്റെ 96ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഇറ്റലിയുടെ പ്രസിഡന്റ് സെർജിയോ മത്തറേല്ല ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഗാസയിൽ ജനിച്ചു വളർന്നവർക്ക് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ കഴിയണമെന്നും അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുന്നവരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ജോർദാന്റെ രാജാവ് വിസമ്മതം പ്രകടിപ്പിച്ചതും കർദിനാൾ പരോളിൻ ചൂണ്ടിക്കാട്ടി. പാലസ്തീൻ ജനതയ്ക്ക് പാലസ്തീൻ രാഷ്ട്രവും ഇസ്രയേൽ ജനതയ്ക്ക് ഇസ്രയേൽ രാഷ്ട്രവും എന്ന പരിഹാരമാണ് വേണ്ടതെന്നും ഇത് ജനതകൾക്ക് പ്രത്യാശ പകരുമെന്നും കർദിനാൾ പിയാട്രോ പരോളിൻ പറഞ്ഞു. പാലസ്തീനികളെ സമീപ രാഷ്ട്രങ്ങളിലേക്ക് മാറ്റിയ ശേഷം ഗാസ സ്വന്തമാക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നിലനിൽക്കെയാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ഹമാസ് ഇസ്രയേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഒരു കൊല്ലത്തിലധികമായി നടന്നുവരുന്ന യുദ്ധത്തെ തുടർന്ന് അതിദാരുണമായ ജീവിതമാണ് പാലസ്തീനികൾ നയിക്കുന്നതെന്നും അതിനാൽ ഗാസ വിടുന്നതിൽ പാലസ്തീനികൾക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു.